അവർ രണ്ടുപേരും അങ്ങനെ നടന്നു പോകുമ്പോ ഡെന്നിന്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ്. അവനതെടുത്തു നോക്കുമ്പോ ആരാ വല്ല പെണ്ണുവാണോ എന്ന് ചോദിച്ച് ന്യൂയി അത് തട്ടിപ്പറിക്കാണ്. ഡെന്നിന് ബർത്ത്ഡേ വിഷ് ചെയ്തും കൊണ്ട് കസ്റ്റമർ കെയറിന്റെ മെസ്സേജ് ആയിരുന്നു അത്. ഓ, ഇന്ന് നിന്റെ പിറന്നാളാണോ? നിനക്കിപ്പോ എത്ര വയസ്സായി എന്ന് അവൾ ചോദിക്കാണ്. 30 വയസ്സ്. നല്ല പ്രായമുണ്ടല്ലോ. എന്നെക്കാളും 6 വയസ്സ് കൂടുതലാണോ? അത് പിന്നെ നിനക്ക് ഈ വർഷം 28 ആവും, അല്ലാതെ 24 അല്ല എന്ന് അവൻ പറയാണ്. ഓ, അത് ശരിയാണല്ലോ. എനിക്ക് എന്തോ പോലെ ആവുന്നു. ഞാനൊരു ടൈം മെഷീനിൽ സഞ്ചരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന് ന്യൂയി പറയുന്നു. ഒരു 30 വയസ്സിന്റെ ഉള്ളിൽ കല്യാണം കഴിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്നിട്ടൊരു 6-7 കൊല്ലം വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ജോലി ഉപേക്ഷിച്ച് അവരുടെ നല്ലൊരു ഫ്രണ്ടായിട്ട് പിന്നീട് ജീവിക്കണം. എന്നിട്ടിപ്പോ എന്തായി? എനിക്ക് 28 വയസ്സായി. എത്ര പെട്ടെന്ന് ടൈം പോകുന്നതെന്ന് അവള് പറയണം. അല്ല, ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്ന് ഡെൻ മറുപടി പറയാണ്. പറഞ്ഞിട്ടില്ലെന്നോ? എന്നാ പിന്നെ ഞാൻ നിന്നെ ടൈം പാസ് ആയി നോക്കിയതായിരിക്കും. അത് കേട്ട് ഡെൻ അവളെങ്ങനെ നോക്കുമ്പോ ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണെന്ന് ന്യൂയി പറയണം. അങ്ങനെ അവർ ഒരുപാട് സ്ഥലങ്ങള് ഒന്നിച്ച് കാണുകയാണ്. അന്നത്തെ ദിവസം ന്യൂയി ഒരുപാട് ഹാപ്പി ആയിരുന്നു. അതിന്റെ ഇടയിൽ അവളുടെ ഫോണ് വർക്കാവാൻ തുടങ്ങാണ്. അത് കണ്ട് ഡെൻ ഒന്ന് ടെൻഷൻ ആവുന്നുണ്ട്. ന്യൂയി ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോ അതില് അവളുടെ കൂടെ നിൽക്കുന്ന ടോപ്പിനെ അവൾ ശ്രദ്ധിക്കാണ്. ഇതാരാ എന്ന് അവനോട് ചോദിക്കാണ്. അത് പിന്നെ അവൻ IT ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് ഡെൻ പറയുന്നു. ഇവനോ? അവന്റെ വേഷം ഒന്ന് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് ന്യൂയി ചോദിക്കുന്നു. അത് കേട്ട് ഡെന്നിന് എന്തോ പോലെ ആവാണ്. മഞ്ഞ് ശക്തിയായി പെയ്യാൻ തുടങ്ങിയിരുന്നു. അവര് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ഇനി ഇവിടുന്ന് ട്രെയിൻ കയറി വേണം സ്നോ ഫെസ്റ്റിവൽ കാണാൻ ചെല്ലാന്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോ കൊടുങ്കാറ്റും മഞ്ഞുവീഴ്ചയും കാരണം ട്രെയിൻ നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന ജീവനക്കാരൻ അത് ക്ലോസ് ചെയ്ത് പോവാണ്. എന്നാ ഡെൻ അവിടെ കടന്ന് അലറി വിളിക്കാണ്. അവൻ എങ്ങനെയെങ്കിലും സ്നോ ഫെസ്റ്റിവൽ കാണാൻ എത്തണം. അവനിങ്ങനെ ഒച്ചവിളി കൂട്ടുന്നത് കണ്ടിട്ട് ഇവൻ എന്താ ഇങ്ങനെയെന്ന് ന്യൂയി ആലോചിക്കുകയാണ്. മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ഡെൻ മഞ്ഞ് പെയ്യുന്നതൊന്നും കാര്യാക്കാതെ പുറത്തേക്ക് ഓടിപ്പോവാണ്. കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. ട്രെയിൻ ഇപ്പോഴും ഓടുന്നില്ല. നമുക്കൊരു കാർ റെന്റിന് എടുക്കാമെന്ന് അവൻ പറയുന്നു. ഈ മഞ്ഞിലും കൊടുങ്കാറ്റിലും കാർ ഒറ്റക്ക് ഓടിച്ചു പോകുന്നത് സേഫ് അല്ല. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും പോകാം എന്ന് ന്യൂയി പറയാണ്. പക്ഷേ എനിക്ക് ഇന്ന് മാത്രമേ അതിന് പറ്റുള്ളൂ. അതെന്താ? അത് പിന്നെ ഇന്നാണ് സ്നോ ഫെസ്റ്റിവലിന്റെ ലാസ്റ്റ് ഡേ. സാരില്ല, നമുക്ക് അടുത്ത വർഷം വരാലോ. നാളെ ന്യൂയുടെ ഓർമ്മ തിരിച്ചു വന്നാ പിന്നീട് ഒരിക്കലും അവളെ കൂട്ടി ഇങ്ങനെ പോവാൻ പറ്റില്ലല്ലോ. ആ കാര്യം ന്യൂയിക്ക് അറിയില്ലല്ലോ. അവിടെ ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുന്ന ഡെന്നിന്റെ അടുത്തേക്ക് ന്യൂയി വരികയാണ്. അവനെ ബർത്ത്ഡേ വിഷ് ചെയ്ത് ഒരു കുഞ്ഞു കേക്ക് അവന്റെ നേരെ നീട്ടാണ്. ഒരാഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് ക്യാൻഡിൽ ഊതാൻ വേണ്ടിട്ട് അവൾ ആവശ്യപ്പെടുകയാണ്. അവനും അതുപോലെ തന്നെ ചെയ്യുന്നു. നീ എന്താ ആഗ്രഹിച്ചത്? ഈ മഞ്ഞുവീഴ്ച ഒന്ന് നിൽക്കാൻ വേണ്ടിട്ട്. എന്തൊക്കെ ആയാലും എന്നെ അവിടെ കൊണ്ടുപോയി അടങ്ങും അല്ലേ? ഇക്കാലത്ത് ആരാണ് സ്വന്തം പിറന്നാളിനും മറ്റുള്ളവരുടെ ആഗ്രഹത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? നീ എന്തിനാ എന്റെ ആഗ്രഹം നടത്താൻ ഇത്ര കഷ്ടപ്പെടുന്നത്? അതിന് നമ്മള് ലവേഴ്സ് ഒന്നല്ലല്ലോ എന്ന് ന്യൂയി അവനോട് ചോദിക്കാണ്. അവൾക്കെല്ലാം മനസ്സിലായോ എന്ന് ഓർത്ത് അവനൊന്ന് ടെൻഷൻ ആവുന്നുണ്ട്. നീ മറന്നോ, നമ്മളിന്ന് രാവിലെ ബ്രേക്കപ്പ് ആയതല്ലേ? അവൻ എങ്ങനെ ടെൻഷൻ ആയിരിക്കുന്നത് കണ്ടിട്ട് അവള് പറയാണ്. ശരി, ഞാൻ നിനക്കൊരു അവസരം കൂടി തരാം. നീ എന്നെ വളക്കണം. ഞാനിവിടെ ഒരു സാധനം തരുന്നത് പോലെ നിൽക്കാം. നീ അവിടെ നിന്ന് വന്ന് എന്നോട് സംസാരിക്കണമെന്ന് ന്യൂയി പറയാണ്. എനിക്ക് പെൺകുട്ടികളെ വളക്കാനൊന്നും അറിയില്ല. അപ്പൊ പിന്നെ നേരത്തെ നമ്മൾ എങ്ങനെ പ്രണയിച്ചത്? വാ, ഒന്നുകൂടി ട്രൈ ചെയ്തോക്കെന്ന് അവൾ പറയുന്നു. അവനാണെങ്കിൽ ഗൂഗിളിൽ നിന്ന് കാണാപ്പാഠം പഠിച്ച ലൈൻസ് അവളോട് വന്ന് പറയാണ്. എനിക്ക് ഇതൊന്നല്ല കേൾക്കേണ്ടത്. നിന്റെ മനസ്സിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായ കാര്യങ്ങളാണ്. ഒന്നുകൂടി ട്രൈ ചെയ്തോക്കെന്ന് അവള് പറയണം. അവൻ രണ്ടാമതൊന്നും കൂടി ട്രൈ ചെയ്യാണ്. അവന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി വരുന്ന കാര്യങ്ങളാണ് ഇത്തവണ അവൻ പറയുന്നത്. ആദ്യമൊക്കെ വളരെ മനോഹരമായിട്ട് അവൻ സംസാരിച്ചു തുടങ്ങി. എന്നിട്ട് അവസാനം പോയി കല്ലൊടക്കുന്ന പോലെ ഓരോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാണ്. ഞാനൊന്ന് ആസ്വദിച്ചു വരികയായിരുന്നു. അവസാനം നീ അത് കൊളാക്കി. ഞാനൊന്നുമില്ല ഈ കളിക്ക്. നിനക്കെന്നെ വളക്കാനൊന്നും അറിയില്ല എന്ന് ന്യൂയി പറയാണ്. ന്യൂയി, ഒന്ന് നിൽക്കുവോ? നീ ഈ എവറസ്റ്റ് കീഴടക്കിയ ആൾക്കാരുടെ കഥകളൊക്കെ കേട്ടിട്ടില്ലേ? കയറുന്നതിനിടെ ഒരുപാട് പേര് വീണു മരിക്കും. പിന്നെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ നടുവിലെ കൂടെ നടന്നയാളെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനൊരു സാഹസത്തിന് മുതിരുന്നതെന്ന് നിന്നെ കാണുന്നതിന് തൊട്ട് മുന്നേ വരെ ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. നിന്നെപ്പോലൊരു പയ്യനെ ഞാൻ പ്രണയിച്ചിരുന്നോ എന്ന് നീ ഒരിക്കലും എന്നോട് ചോദിച്ചിരുന്നില്ലേ? ഇന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് എന്തിനോടെങ്കിലും ആത്മാർത്ഥമായി പ്രണയം തോന്നിയാ പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. പ്രണയം നമ്മളെ യുക്തിക്ക് നിരക്കാത്തതായി പലതും ചെയ്യിപ്പിക്കും. ന്യൂയി, നീയാണ് എന്റെ മൗണ്ട് എവറസ്റ്റ്. നീയാണ് വേൾഡ് ട്രേഡ് സെന്ററിന്റെ അങ്ങേയറ്റം. അവിടെ എത്തിച്ചേരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഡെൻ അവളോട് പറയണം. പെൺപിള്ളേരെ വളക്കാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്നെ വീഴ്ത്തിയല്ലോ. ന്യൂയി സ്നേഹത്തോടെ അവനെ നോക്കി പറയണം. അപ്പോഴേക്കും മഞ്ഞുവീഴ്ച കുറഞ്ഞിരുന്നു. ട്രെയിൻ വീണ്ടും ഓടാൻ തുടങ്ങി.
ആ വിവരം അറിഞ്ഞ് അവര് വളരെ ഹാപ്പിയും എക്സൈറ്റഡും ആവാണ്. അങ്ങനെ സ്നോ ഫെസ്റ്റിവൽ നടക്കുന്നിടത്ത് അവരെത്തി. നൂയിക്ക് ഒരു ടോയ് കളക്ഷൻ ഉണ്ട്. അതില് ഏറെക്കുറെ എല്ലാം അവൾ ശേഖരിച്ചു കഴിഞ്ഞിരുന്നു. ഇനി ഒന്നുകൂടി കിട്ടാൻ ബാക്കിയുള്ളൂ. അതെങ്ങനെയായിരിക്കുമെന്ന് ആർക്കും അറിയില്ല, കാരണം അതൊരു മിസ്റ്ററിയാണ്. ഒരുപാട് ശ്രമത്തിനൊടുവില് ഫൈനലി അവൾക്കത് കിട്ടുകയാണ്. രണ്ടാളും നല്ല ഹാപ്പി ആവാണ്. ഈ മഞ്ഞു മനുഷ്യനെ നോക്ക്, അതും നിന്നെ പോലെ കണ്ണട വെച്ചിരിക്കുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് ആ ടോയ് നോക്കി നൂയി പറയാണ്. നീ എന്നെയാണോ അതോ മഞ്ഞു മനുഷ്യനെയാണോ ഭംഗിയുണ്ടെന്ന് പറഞ്ഞത്? രണ്ടുപേരെയും. അത് കേട്ട് ഡെന്നിന് നാണം വരികയാണ്. അങ്ങനെ ഒരുപാട് സമയം അവരൊന്നിച്ച് അവിടെ ഹാപ്പിയായി സ്പെൻഡ് ചെയ്യാണ്. നൂയി ഡെന്നിന്റെ കൂടെ സെൽഫി എടുക്കാൻ നിൽക്കാണ്. എന്നാ ഡെൻ അതിന് സമ്മതിക്കുന്നില്ല. ഇതൊക്കെ ഓർത്തു വെക്കാൻ നമുക്ക് ഫോട്ടോസിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് അവൻ പറയുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നായ സ്നോ കൊണ്ടുണ്ടാക്കിയ ഒരു കൺസ്ട്രക്ഷൻ ഡെൻ അവൾക്ക് കാണിച്ചു കൊടുക്കാണ്. എന്തൊരു കഷ്ടാണല്ലേ, നാളെ എന്തായാലും ഇതൊക്കെ ഉരുകി പോകില്ലേ, അപ്പോ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആൾക്കാർക്ക് വിഷമാവില്ലേ? അത് കേട്ട് ഡെൻ അവളെ നോക്കാണ്. അത് തന്നെയാണല്ലോ അവന്റെ അവസ്ഥ. നാളെ അവൾ ഇതെല്ലാം മറക്കില്ലേ? അവിടെ ഉണ്ടായിരുന്ന ഒരാളൊഴിഞ്ഞ ചർച്ചിനകത്തേക്ക് ഡെൻ നൂയെ കൂട്ടിക്കൊണ്ടു പോവാണ്. ഡെന്നിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റിംഗ് പോലത്തെ ക്യാൻഡി എടുത്ത് അവൾക്ക് നേരെ നീട്ടാണ്. നൂയി, നീ എന്നെ കല്യാണം കഴിക്കുമോ? സമ്മതം അറിയിച്ചുകൊണ്ട് അവൾ അവളുടെ കൈ അവൻക്ക് നേരെ നീട്ടാണ്. ഡെൻ അവളുടെ കയ്യില് ആ ക്യാൻഡി റിംഗ് ഇട്ട് കൊടുക്കാണ്. തിരിച്ച് അവന്റെ കയ്യില് നൂയും ഒന്ന് ഇട്ട് കൊടുക്കാണ്. അല്ലേലും ലുക്കിലൊന്നുമല്ല കാര്യം. യാത്രയൊക്കെ കഴിഞ്ഞ് അവര് റൂമിൽ തിരിച്ചെത്താണ്. നൂയുടെ ആഗ്രഹപ്രകാരം അവിടെ വെച്ച് അവര് രണ്ടുപേരും കിസ് ചെയ്യാണ്. അത് കഴിഞ്ഞ് അവൾ അവളുടെ ഡ്രസ്സ് അഴിക്കാൻ തുടങ്ങാണ്. അത് കണ്ട് ഡെൻ അവളെ തടയാണ്. എന്തു പറ്റി? അത് പിന്നെ നൂയി, നമ്മൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഒക്കെ ഉണ്ടായെന്ന് ഞാൻ മുന്നേ കള്ളം പറഞ്ഞതാണ്. അതെനിക്കിപ്പോ മനസ്സിലായി. നിന്റെ മുഖം കണ്ടോ, ചുവന്നിരിക്കണു. നൂയി, നിന്റെ കാമുകൻ ടോപ്പ് അത് ഞാനല്ല. എന്റെ പേര് ഡെൻ എന്നാണ്. നീ വർക്ക് ചെയ്യുന്ന അതേ ഓഫീസിൽ തന്നെയാണ് ഞാനും വർക്ക് ചെയ്യുന്നത്. ഞാൻ നിന്നെ കുറെ കാലമായിട്ട് രഹസ്യമായിട്ട് പ്രണയിക്കായിരുന്നു. ഇത് ഇങ്ങനെയെല്ലാം ആയിത്തീരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നിന്നോട് അടുക്കാൻ ഈ ഒരു ദിവസം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. പക്ഷേ എനിക്ക് തെറ്റായ ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം കേട്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റാതെ നൂയാകെ ഷോക്കായിട്ട് നിൽക്കാണ്. അപ്പൊ നീ എന്നെ പറ്റിക്കുകയായിരുന്നോ? നിനക്ക് എങ്ങനെ എന്നോട് ഇത് ചെയ്യാൻ തോന്നിയത്? പിന്നെ എന്റെ ശരീരത്തിലെ മറുക് നീ എങ്ങനെ കണ്ടത്? അത് ഞാൻ വേണമെന്ന് വെച്ച് പറഞ്ഞതല്ല. കോസ്റ്റ്യൂം പാർട്ടിക്കിടെ നീ പിന്നെ മാറ്റി കുത്തിയില്ലേ, അപ്പൊ കണ്ടതാണ്. എനിക്ക് തെറ്റായ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. എടാ വൃത്തിയിട്ടവനെ, മര്യാദക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്നും പറഞ്ഞ് നൂയി അവനെ പിടിച്ച് തള്ളാണ്. കൈ കിട്ടിയതൊക്കെ അവന്റെ നേരെ വലിച്ചെറിയാണ്. എന്നിട്ടും അവൻ പോകാതെ നിൽക്കുന്നുണ്ട്. അവന്റെ ബാഗ് വിൻഡോയിലൂടെ പുറത്തിടാണ്. ഡെൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ അവൾ തയ്യാറാവുന്നില്ല. ഡെന്നിനെ തള്ളി പുറത്താക്കാണ്. ശേഷം ഫോൺ എടുത്ത് ഫോട്ടോസ് ഒക്കെ ചെക്ക് ചെയ്യാണ്. അതില് കൂളിംഗ് ഗ്ലാസിന്റെ റിഫ്ലക്ഷനില് ടോപ്പിന്റെ രൂപം അവൾ കാണാണ്. യഥാർത്ഥ ടോപ്പ് ആരാണെന്ന് അവൾ അങ്ങനെ മനസ്സിലാക്കാണ്. അവള് കോണ്ടാക്ട് എടുത്ത് ടോപ്പിന്റെ പേര് സെർച്ച് ചെയ്യാണ്. എന്നാ അതതിൽ കിട്ടുന്നില്ല. ശേഷം കോൾ ലോഗ്സ് ചെക്ക് ചെയ്യുമ്പോ അതില് മൈ പ്രിൻസ് എന്ന ഒരു നമ്പർ കാണാണ്. അതിൽ അവള് ഡയൽ ചെയ്ത് നോക്കാണ്. ഹലോ, നിങ്ങൾ ടോപ്പാണോ? എന്റെ ബോയ് ഫ്രണ്ട് അല്ലേ എന്നൊക്കെ അവള് വീണ്ടും വീണ്ടും ചോദിച്ചോണ്ടിരിക്കാണ്. എന്താ നൂയി ഇത്? ഞാനിപ്പോ എന്റെ വൈഫിന്റെ കൂടെയാണ്. തിരിച്ചെത്തിയിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് ടോപ്പ് അവളോട് പറയാണ്. ഫോണിന്റെ ഉള്ളിലൂടെ ടോപ്പിന്റെ മകന്റെ സംസാരെല്ലാം അവൾ കേൾക്കുന്നുണ്ട്. നൂയി ആകെ കൺഫ്യൂസ്ഡ് ആവാണ്. നൂയി നേരെ ഡെന്നിന്റെ അടുത്തേക്ക് പോവാണ്. നൂയി അവന്റെ ബാഗ് വലിച്ചെറിഞ്ഞപ്പോ അതിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം മഞ്ഞിൽ പലയിടത്തായി വീണ് കിടക്കായിരുന്നു. അതെല്ലാം പെറുക്കിക്കൊണ്ടിരിക്കാണ്. ഞാൻ അവന്റെ സെറ്റപ്പ് ആണല്ലേ? ആ ചോദ്യം കേട്ട് വളരെ മടിച്ചുകൊണ്ട് അതേന്ന് ഡെൻ തലയാട്ടാണ്. അവൻ എന്നെ പറ്റിക്കായിരുന്നല്ലേ? അവനൊരു ഭാര്യയും കുഞ്ഞുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നുല്ലേ? നൂയി കരഞ്ഞുകൊണ്ട് അവനോട് ചോദിക്കാണ്. അതെ. അല്ല, നീ വീണ്ടും കള്ളം പറയല്ലേ? അങ്ങനെ വരാൻ ഒരു വഴിയില്ല. ഞാൻ അങ്ങനെ ഒരു പെണ്ണല്ല. അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അവനുടനെ തന്നെ ഡിവോഴ്സ് ആവുമെന്നാണ് നിന്നോട് പറഞ്ഞിട്ടുള്ളത്. ഡിവോഴ്സ് ആവുമെന്നോ? അപ്പോ ഞാൻ കാരണം അവരുടെ കുടുംബം തകരാൻ പോവാണോ? അപ്പോ ഞാനൊരു കുടുംബകളിക്കാണോ? കരഞ്ഞുകൊണ്ട് അവൾ അവനോട് ചോദിക്കാണ്. അവന്റെ വൈഫ് ഇപ്പോ പ്രഗ്നന്റ് ആണ്. ആ കാര്യം നീയും അറിഞ്ഞു. അവനിനി അവളെ ഡിവോഴ്സ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ഞാനെന്താ ചെയ്തേ? നിനക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുമെന്ന് നീ അവനോട് പറഞ്ഞു. എന്നാ നീ ഒരുപാട് വിഷമിച്ചിരുന്നു. അന്ന് മഞ്ഞുമലയുടെ മുകളിൽ വെറുതെ സ്കീ ചെയ്യാനല്ല നീ പോയതെന്ന് ഡെൻ അവളോട് പറയാണ്. അപ്പോ അതൊരു അപകടമായിരുന്നില്ല അല്ലേ? അവളൊന്ന് സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതാണെന്ന് നൂയി മനസ്സിലാക്കാണ്. ഇതൊക്കെ മറ്റാരെ കുറിച്ചോ പറയുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. കാമുകന് കിട്ടാത്തോണ്ട് സെറ്റപ്പ് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. ഇത് വേറൊരു പെണ്ണിനെ കുറിച്ചാ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും അവളെ കുറ്റം പറയായിരുന്നു. ഇവക്കൊക്കെ എന്താ തലയ്ക്ക് സുഖല്ലേ എന്ന്. തമാശ എന്താന്ന് വെച്ചാല് നൂയി ഇതെല്ലാം നിന്നെ കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന് അവൾ സ്വയം പറഞ്ഞ് ഒരുപാട് വിഷമിക്കാണ്. നിനക്ക് വേണമെങ്കിൽ നിന്നെ മണ്ടീന്ന് വിളിക്കാം. പക്ഷേ ഇന്ന് ഞാൻ ചെയ്ത കാര്യമോ?
നമ്മൾ രണ്ടാളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ രണ്ടാളും കിട്ടാത്ത മുന്തിരിക്ക് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെൻ അവളെ ചേർത്ത് പിടിക്കാണ്. അവളെ വിഷമങ്ങളെല്ലാം അവൾ കരഞ്ഞു തീർക്കാണ്. ശേഷം അവരൊന്നിച്ചിരുന്ന് സംസാരിക്കാണ്. നീ എന്തിനാ കള്ളം പറഞ്ഞ എന്റെ കാമുകനാവാൻ നോക്കിയത്? നൂയി ചോദിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ ആയിത്തീരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ ഞാൻ ആ മണി അടിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ലവ് സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മണി. ഒരു ദിവസത്തേക്കെങ്കിലും എനിക്ക് നിന്റെ ബോയ് ഫ്രണ്ട് ആവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. പെട്ടെന്ന് നിന്റെ ഓർമ്മയൊക്കെ നഷ്ടായി. ഞാൻ വിചാരിച്ചു എന്റെ ആ ദിവസം വന്നെന്ന്. നീ എന്തിനാ വെറും ഒരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്? എനിക്കൊക്കെ ഒരു ദിവസം തന്നെ തരുന്നത് ആ മണിക്ക് താങ്ങാവുന്നതിലപ്പുറാണ്. ഒരു ദിവസം മാത്രം തമ്മിൽ പ്രണയിച്ചുകൊണ്ട് എന്ത് കിട്ടാനാ? നാളെ ഞാൻ ഇതൊക്കെ മറന്നു പോകില്ലേ? പക്ഷെ ഞാൻ മറക്കില്ലല്ലോ. ഇന്നത്തെ ദിവസം ശരിക്കും മനോഹരായിരുന്നു. എന്റെ ശരിക്കുമുള്ള ജീവിതത്തെക്കാൾ മനോഹരം. ഇന്നു മുതൽ നീ എന്നോട് ഒരിക്കലും കള്ളം പറയരുത് ട്ടോ. ശരിയെന്ന് ഡെൻ തലയാട്ടാണ്. അപ്പോഴാണ് മഞ്ഞിലൊരു കാര്യം അവൻ ശ്രദ്ധിക്കുന്നത്. ഓടിപ്പോയി അതെടുത്തു കൊണ്ടുവരികയാണ്. അത് നൂയുടെ ആ മിസ്റ്ററി ടോയ് ആയിരുന്നു. ഇത് കളഞ്ഞു പോയെന്നാ ഞാൻ വിചാരിച്ചത്. ഇന്നാ സൂക്ഷിച്ചു വെച്ചോ. നാളെ ഇത് കാണുമ്പോ നീ ഒരുപാട് ഹാപ്പി ആയിരിക്കും എന്ന് പറഞ്ഞ് ഡെൻ അത് അവൾക്ക് കൊടുക്കാണ്. അപ്പോ നൂയി വീണ്ടും അവന് കിസ് ചെയ്യാണ്. ഞാനിപ്പോ ശരിക്കും നിന്നെയാണ് ഉമ്മ വെച്ചത് ഡെൻ, ടോപ്പിനെ അല്ല എന്ന് നൂയി പറയുന്നു. അത് കേട്ട് ഡെൻ ഒരുപാട് ഹാപ്പി ആവാണ്. ടോപ്പുമായി ഇനിയൊരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞ് നൂയി ബ്രേക്കപ്പ് മെസ്സേജ് ടോപ്പിന് അയക്കാണ്. അപ്പൊ തന്നെ ടോപ്പിന്റെ കോൾ വരുന്നുണ്ട്. എന്നാ നൂയി അത് കട്ടാക്കാണ്. നൂയി, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? നാളെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നീ ചിന്തിക്കുന്നത്. നീ ടോപ്പിന്റെ കാമുകിയാണെന്ന കാര്യം മാത്രമേ നിനക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പോ ഇന്ന് നടന്ന കാര്യങ്ങളൊന്നും നീ എന്നോട് വന്ന് പറയില്ലേ? നൂയി, ഞാൻ എന്ത് പറയണെന്നാ നീ പറയുന്നത്? നിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടപ്പോ നിന്റെ കാമുകനാണെന്ന് പറഞ്ഞ് ഞാൻ നിന്റെ കൂടെ നടന്നെന്നോ? നിന്നെ പോലെ ഒരു പയ്യന്, നിന്നെ പോലെ ഒരു പെണ്ണിനെ ഒരിക്കലും കിട്ടില്ല. ഇന്നത് സംഭവിച്ചില്ലേ? എനിക്ക് അതിന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത ഉള്ളത്? നൂയി, ഇന്ന് ഞാൻ നിന്റെ കാമുകനാണെന്ന് പറഞ്ഞപ്പോ നിന്റെ ഭാവമാറ്റം നിനക്ക് ഓർമ്മയില്ലേ? നിന്റെ പുച്ഛത്തോടെയുള്ള ആ ഒരു ഭാവം ഇന്നത്തെ ദിവസം ഒന്നും അല്ലാതാകാൻ അത് മാത്രം മതി. നാളെ ഞാൻ നിന്നോട് ഇത് വന്ന് പറഞ്ഞാൽ അതിലും മോശമായിട്ടുള്ള പ്രതികരണമായിരിക്കും എനിക്ക് കിട്ടുന്നത്. ഇന്നത്തെ ദിവസം മരണം വരെയും ഞാൻ മറക്കില്ല എന്ന് ഡെൻ പറയാണ്. അവൻ നാളെ ഈ കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മപ്പെടുത്തില്ലെന്ന് മനസ്സിലാക്കിയ നൂയി ഇന്നത്തെ മനോഹരമായ ഓർമ്മകളെ കുറിച്ചെല്ലാം പറഞ്ഞ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. അതിൽ ഡെനിന് തന്നോടുള്ള പ്രണയത്തെക്കുറിച്ചും ഇനി ഇവൻ നിന്റെ അടുത്ത് വന്നാൽ നീ അവന് ഒരു അവസരം കൂടി കൊടുക്കണമെന്നും അവൾ പറയുന്നുണ്ട്. നൂയി, ഞാൻ ഒരിക്കലും അതിനെ ശ്രമിച്ചിരുന്നു എന്ന് ഡെൻ അവളോട് പറയാണ്. അന്ന് കോസ്റ്റ്യൂം പാർട്ടി കഴിഞ്ഞ് ടോപ്പ് അവന്റെ വൈഫിന്റെ കൂടെ പോകുകയാണ്. അത് കണ്ട് നൂയി ഒരുപാട് വിഷമിച്ച് നിൽക്കാണ്. അവളുടെ അടുത്തേക്ക് ഡെൻ വരികയാണ്. നൂയി, നീ ഇങ്ങനെ വിഷമിക്കരുത്. ടോപ്പ് എത്രയൊക്കെ റൊമാൻറ്റിക് ആണെന്ന് പറഞ്ഞാലും നിന്നെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകണമെങ്കിൽ ഓഫീസിലുള്ള എല്ലാവരെയും കൂടെ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. നിനക്ക് വേണ്ടി അവൻ ഡിവോഴ്സ് ആവണമെങ്കിൽ അത് ശരിയായ കാര്യമാണോ? നിനക്ക് അവനേക്കാൾ നല്ലൊരാളെ കിട്ടും. അതെല്ലാം കേട്ട് നൂയിക്ക് ദേഷ്യവും പുച്ഛവും ഒക്കെ പാടെ വരികയാണ്. നൂയി, നിനക്ക് വേണ്ടി ഇന്നും നേരത്തെ വന്ന് കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം കണ്ടുപിടിച്ചിരുന്നത് ഞാനാണ്. നിനക്കിഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ നിന്റെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തു വെച്ചതും ഞാനാണ്. നൂയി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. മടിച്ച് ഡെൻ ആ കാര്യം അവളോട് തുറന്നു പറയാണ്. അത് കേട്ട് അവളെ മുഖത്ത് പുച്ഛം മാത്രമാണ് വരുന്നത്. ഡെന്നിനോട് മറുപടി ഒന്നും പറയാതെ കൂട്ടുകാരിയുടെ കൂടെ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ പോവാണ്. എന്റെ കൂടെ ലിഫ്റ്റിൽ കയറാൻ പോലും നിനക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നിട്ട് റൂമിൽ മറ്റെന്തോ മറന്നു വെച്ചെന്ന് പറഞ്ഞ് തിരികെ പോയി. നൂയി, നീ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കാൻ പോണില്ല എന്ന് ഡെൻ വിഷമത്തോടെ പറയാണ്. ഒരു പക്ഷേ ഞാൻ നാളെ എന്നത്തെയും പോലെ ആയിരിക്കില്ല. മാത്രല്ല എന്റെ കയ്യിൽ ഈ വീഡിയോയും ഉണ്ടല്ലോ. നാളെ എന്റെ അടുത്ത് വന്നിട്ട് ഈ വീഡിയോ ഒന്ന് കാണാൻ പറഞ്ഞാൽ മതി. അപ്പോ നമ്മൾ തമ്മിൽ പ്രണയിച്ചിരുന്ന കാര്യം എനിക്ക് ഓർമ്മ വരും. ശരിയെന്ന് അവൻ തലയാട്ടാണ്. രണ്ടുപേരും തിരികെ റൂമിൽ വരികയാണ്. ചിലപ്പോ നാളെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ഞാൻ ഇതൊന്നും ഒരു പക്ഷെ മറന്നില്ലെങ്കിലോ? നൂയി അവനോട് ചോദിക്കുന്നു. അവനും അതിന് തലയാട്ടാണ്. നൂയി പതിയെ ഉറക്കത്തിലേക്ക് വീഴാണ്. ഡെൻ അവളെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തുന്നു. ശേഷം അവിടെ നിന്നും അവൻ പോരുകയാണ്. അടുത്ത ദിവസം നൂയി ഉറക്കം എഴുന്നേൽക്കാണ്. കയ്യിൽ എങ്ങനെയാണ് ഈ റിംഗ് വന്നതെന്ന് അവൾ കൺഫ്യൂസ്ഡ് ആവാണ്. ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം അവളുടെ ഓർമ്മയിൽ നിന്നും പോയിരുന്നു. അവള് റൂം വെക്കേറ്റ് ചെയ്ത് റിസപ്ഷനിൽ വരികയാണ്. ഞാൻ എപ്പോഴാണ് മുറിയിലെത്തിയതെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് അവിടെ ഉണ്ടായിരുന്ന റിസപ്ഷനിസ്റ്റിനോട് അവൾ ചോദിക്കാണ്. നിങ്ങൾക്കല്ലേ സ്കീ ചെയ്യുന്നതിനിടെ അപകടമുണ്ടായത്? സോറി, എനിക്കൊന്നും അത്ര ഓർമ്മ കിട്ടുന്നില്ല. അതെ, നിങ്ങൾക്കാണ് അപകടം ഉണ്ടായത്. ശേഷം നിങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. നിങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ഇന്നലെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എന്റെ ഏത് ഫ്രണ്ട്? ഞാനിവിടെ തനിച്ചാണല്ലോ. കൃത്യമായിട്ട് എനിക്കറിയില്ല. ഇന്നലെ എന്റെ ഷിഫ്റ്റ് ആയിരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചെക്ക് ചെയ്ത് പറയാമെന്ന് റിസപ്ഷനിസ്റ്റ് അവളോട് പറയണം. അപ്പോഴേക്കും ബസ് പുറപ്പെടാൻ സമയമായി എന്ന് ഹോട്ടലിലെ വർക്ക് ചെയ്യുന്ന ആള് അവളോട് വന്ന് പറയാണ്. ചെക്ക് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ അവൾ ബസ്സിൽ ചെന്ന് കയറാണ്. മുകളിൽ നിന്ന് ഡെൻ അവളെ നോക്കുന്നുണ്ടായിരുന്നു.
അവളെ കയ്യില് ആ റിങ് ഇല്ലാത്തത് കണ്ടപ്പോ അവൾ ഇന്നലത്തെ കാര്യങ്ങളെല്ലാം മറന്നു പോയിട്ടുണ്ടാവും എന്ന് അവൻ മനസ്സിലാക്കാണ്. ഡെന്നും ബസ്സിൽ വന്ന് കയറാണ്. ന്യൂയി അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ പുറകിലെ സീറ്റിൽ പോയിരിക്കാണ്. നീ എന്താ എന്റെ ഫോൺ എടുക്കാത്ത? എന്നെ തിരിച്ചു വിളിക്ക്, ഞാൻ വിഷമത്തിലാണ് എന്ന് ടോപ്പിന്റെ മെസ്സേജ് ന്യൂയി കാണാണ്. ന്യൂയി ടോപ്പിനെ വിളിക്കാണ്. ന്യൂയി, നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ ഇന്നലെ അങ്ങനെയൊക്കെ സംസാരിച്ചത്? എന്തെന്നെ വന്നാലും എനിക്ക് നിന്നെ പിരിയണ്ട എന്ന് അവൻ പറയാണ്. അവൻ പറയുന്ന കാര്യങ്ങളൊന്നും ന്യൂയിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് നേരിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞ് ന്യൂയി കോൾ കട്ട് ചെയ്യാണ്. ഇതെല്ലാം പുറകിലിരിക്കുന്ന ഡെൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഇന്നലത്തെ ആ സ്നോ കൺസ്ട്രക്ഷൻ പൊളിച്ചു മാറ്റുന്നത് വിഷമത്തോടെ അവൻ നോക്കിയിരിക്കുകയാണ്. അവന്റെ കണ്ണുകള് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ന്യൂയി എല്ലാം മറന്നു കഴിഞ്ഞിരുന്നു. അടുത്ത സീനില് ഓഫീസിൽ കാണിക്കാണ്. 2 ദിവസം കൂടി അവിടെ നിന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നീ സ്നോ ഫെസ്റ്റിവൽ കാണാൻ പോയോ എന്നെല്ലാം ന്യൂയിയുടെ ഫ്രണ്ട് അവളോട് ചോദിക്കാണ്. ഇല്ല, ഞാൻ ഹോട്ടലിൽ തന്നെ ഇരിക്കായിരുന്നു. ഓ, അത് മോശമായി പോയി. എന്തായാലും നീ ഫോട്ടോസ് എല്ലാം സെൻഡ് ചെയ്യുമെന്ന് അവള് പറയാണ്. ഫോൺ എടുക്കാൻ വേണ്ടി ന്യൂയി ബാഗ് തുറന്നപ്പോ അതിലുണ്ടായിരുന്ന അവളുടെ മാപ്പ് ശ്രദ്ധിക്കാണ്. അവള് കീറിയ മാപ്പ് പഴയതുപോലെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. മാത്രല്ല അതിലെ സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്തതായിട്ട് മാർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. ബാഗിൽ നിന്ന് അവൾക്ക് ആ മിസ്റ്ററി ടോയും കിട്ടുകയാണ്. ഇതൊക്കെ എപ്പോ സംഭവിച്ചു എന്ന് ന്യൂയി ആകെ കൺഫ്യൂസ്ഡ് ആവാണ്. അവരുടെ ഒന്നിച്ചുള്ള ഫോട്ടോസ് എല്ലാം പെൻഡ്രൈവിക്ക് ഒന്ന് കോപ്പി ചെയ്ത് തരാന് അവളുടെ ഫ്രണ്ട് ആവശ്യപ്പെടുകയാണ്. ഫോണും കമ്പ്യൂട്ടറും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ കേബിൾ അവളുടെ കയ്യിൽ ഇല്ലാത്തോണ്ട് തന്നെ അത് വാങ്ങാനായിട്ട് ന്യൂയി IT ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലാണ്. ഡെൻ പെട്ടെന്ന് ജോലി നിർത്തിപ്പോയി. സോ ഞങ്ങളൊക്കെ നല്ല തിരക്കിലാണ്. കേബിള് ഡെന്നിന്റെ ടേബിളിൽ ഉണ്ടാവും, നീ ഒറ്റയ്ക്ക് എടുത്തോ എന്ന് ഡെന്നിന്റെ ഫ്രണ്ട് ന്യൂയിനോട് പറയാണ്. ന്യൂയി അത് സ്വന്തമായി തെരഞ്ഞെടുത്ത് തിരികെ ചെന്ന് അവർ ഫോട്ടോസ് എല്ലാം നോക്കാവും. അപ്പോ അതിലുണ്ടായിരുന്ന ഒരു വീഡിയോ അവര് പ്ലേ ചെയ്ത് കാണാണ്. ന്യൂയി ഡെന്നിന്റെ കൂടെ സ്നോ ഫെസ്റ്റിവൽ കാണാൻ പോയപ്പോ എടുത്തൊരു വീഡിയോ ആയിരുന്നു അത്. എന്നാ അതിൽ ഡെന്നിനെ കാണുന്നില്ല. നീ സ്നോ ഫെസ്റ്റിവൽ കാണാൻ പോയില്ലെന്നല്ലേ പറഞ്ഞത്? ആരാ നിന്റെ കൂടെ ഉള്ളത്? നീ ആരുടെ ജാക്കറ്റാ ഇട്ടിരിക്കുന്നതെല്ലാം അവളുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും അവളുടെ അടുത്ത് മറുപടി ഉണ്ടായിരുന്നില്ല. ന്യൂയിയും കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരികയാണ്. എടി, നിനക്ക് എന്താ പറ്റിയേ? എനിക്കറിയില്ല, ന്യൂയി മറുപടി പറയുന്നു. അവളുടെ കണ്ണുനീരിനെ നിയന്ത്രിക്കാൻ ന്യൂയിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ന്യൂയി, നീ എന്തിനാ കരയുന്നതെന്നും ചോദിച്ച് ടോപ്പ് അങ്ങോട്ടേക്ക് വരികയാണ്. ടോപ്പിനെ കണ്ട് അവളുടെ ഫ്രണ്ട് പതുക്കെ അവിടുന്ന് എണീറ്റ് പോവാണ്. നിനക്ക് സ്നോ ഫെസ്റ്റിവൽ കാണാൻ പറ്റിയില്ല അല്ലേ? വിഷമിക്കണ്ട, അടുത്ത വർഷം നമുക്ക് രണ്ടാൾക്കും മാത്രമായിട്ട് അത് കാണാൻ പോകാം. ഇപ്പൊ ഹാപ്പി ആയില്ലേ എന്നും ചോദിച്ച് ടോപ്പ് അവളുടെ കൈ പിടിക്കാണ്. ഞാൻ സ്നോ ഫെസ്റ്റിവൽ കാണാൻ പോയിരുന്നു എന്നും പറഞ്ഞ് ന്യൂയി അവന്റെ കൈ വിടിവിപ്പിച്ച് അവിടെ നിന്നും എണീറ്റ് പോവാണ്. ടോപ്പ് അവളെ കുറെ വിളിക്കുന്നുണ്ടെങ്കിലും അവനോട് സംസാരിക്കാൻ അവൾ കൂട്ടാക്കുന്നില്ല. അന്നത്തെ ദിവസം ന്യൂയി ഉറങ്ങിയ ശേഷം അവരൊന്നിച്ചിട്ടുള്ള വീഡിയോ ന്യൂയിയുടെ ഫോണിൽ നിന്നും ഡെൻ ഡിലീറ്റ് ആക്കാണ്. അവനോടൊന്നിച്ചിട്ടുള്ള ഓർമ്മകളൊന്നും അവളിൽ ഇനി വേണ്ട എന്നാണ് അവൻ ചിന്തിക്കുന്നത്. അന്നത്തെ ദിവസം അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ആ ചിരി അവളിൽ നിന്നും മായരുത്. സോ സ്നോ ഫെസ്റ്റിവൽ കാണാൻ പോയ വീഡിയോ അവൻ ഡിലീറ്റ് ആക്കുന്നില്ല. ഇത് കാണിച്ചുകൊണ്ട് ഈ മൂവിയോടെ അവസാനിക്കുന്നു. കഥയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്യണേ. ഡെൻ ശരിക്കും അവന്റെ പ്രണയം സാക്രിഫൈസ് ചെയ്യായിരുന്നു. പക്ഷെ എന്തിന്? ശരിക്കും അവളെ ഡിസേർവ് ചെയ്യുന്ന ഒരു പ്രണയം തന്നെയായിരുന്നു അവന്റേത്. അവള് പറഞ്ഞ പോലെ ഒരു തവണ കൂടി ഡെന്നിനെ ട്രൈ ചെയ്ത് നോക്കാറുന്നു. അവന്റെ പേടിയും അപകർഷതാബോധവും കാരണം മാത്രമാണ് അവൻ അത് ചെയ്യാതിരുന്നത്. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? ഡെന്നിന്റെ മനസ്സിൽ എന്നും ആ ഒരു നഷ്ടവേദന ഉണ്ടാവും. ന്യൂയുടെ മനസ്സിൽ ആ ഒരു കൺഫ്യൂഷനും ഉണ്ടാവും. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഇതിലെ ഡെൻ പറഞ്ഞ ക്യാരക്ടറിനോട് എനിക്ക് നല്ല ദേഷ്യം തോന്നി. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. അടുത്തതായിട്ട് ഒരു അടിപൊളി മിസ്റ്ററി ത്രില്ലർ പടമായിട്ട് വരാം. അല്ല, ഇനി അടുത്തതും ഒരു ലവ് സ്റ്റോറി ആക്കിയാലോ? എന്തായാലും നിങ്ങളെ അഭിപ്രായമൊക്കെ കമന്റിൽ പറയണേ.